കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി ഇന്ന് ലൈവിൽ വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്താകിയാൽ മാറ്റമില്ലാത്ത ദൈവവചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ ബന്ധത്തിൽ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ അത് അറിയിക്കുന്ന ശുശ്രൂഷയിൽ വ്യാപൃതനാകുവാനാണ് ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഇന്ന് പകൽ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പ്രായോഗികമായ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. കുറെ നാളുകളായി ഞാൻ ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറയാതിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകപരമായ ചോദ്യങ്ങളാണെന്ന് വന്നാലും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചില ആളുകൾ അവർക്ക് വ്യക്തിപരമായി പറയപ്പെടുന്നതായി അവർ ചിന്തിക്കുകയും അതിനുമൊത്തം തെറ്റായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നാളുകളായി അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാതെ മൗനം പാലിക്കുകയാണ് ചെയ്തു വന്നത്. എന്നാൽ ദീർഘമൗനം ദൈവ വചനത്തെ സംബന്ധിച്ച് പറയാതിരിക്കുന്നത് ഭൂഷണമല്ല എന്നുള്ളതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പരിമിതമായ വാക്കിൽ ഇവിടെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു ചോദ്യം ഇതാണ്: നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യത. ഇപ്പൊ ഇന്ന് ചില ഗ്രൂപ്പുകളിലൊക്കെ വളരെയധികം വാദപ്രതിവാദങ്ങളിലൂടെ വീണ്ടും ചർച്ചയിൽ തുടരുന്ന ഒരു വിഷയമായി ഭാഷണത്തെ കണ്ടു. ആ വിഷയം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ 2009 മുതൽ 2023 വരെ ഏറ്റവും അധികം എഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നില്ല ഈ മണ്ഡലത്തിൽ, അതായത് ആത്മകൃപാവരങ്ങളെ സംബന്ധിച്ച കൃപാവരങ്ങളിൽ അന്യഭാഷാ ഭാഷണം, അതിന്റെ അനിവാര്യത, അതേ സംബന്ധിച്ചുള്ള വേദോപദേശം ഇത്യാദി വിഷയങ്ങളിൽ ഇത്ര അധികം അപകാരമായി ഞാൻ എഴുതുകയും പറയുകയും ചെയ്തതുപോലെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അത്രമാത്രം ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഒരളവിൽ അത് കുറെ അധികമായി പോയോ എന്നുള്ള ചിന്തയും ഇപ്പോൾ എന്നെ ഭരിക്കുന്നുണ്ട്. ഞാനിപ്പോഴ് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ നമുക്ക് സ്വതന്ത്രമായി കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ നേരിട്ട് കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യത അന്യഭാഷ ഉണ്ടോ ഇല്ലയോ, ഹീലിംഗ് ഉണ്ടോ ഇല്ലയോ, ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നിരന്തരമായ വിതർക്കങ്ങളല്ല, മറിച്ച് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണെങ്കിലും ഇറങ്ങി ആഴമായി വിശാലമായി ഫീൽഡിലേക്ക് പോയി കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യത എന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓരോ സഭാ വിഭാഗങ്ങൾക്കും അവരുടേതായ ടീച്ചിങ്സുകളുണ്ട്. ഞാൻ ഒരു ബ്രദറൻ വ്യൂ ഉള്ള ആളാണ്. ബ്രദറൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ്സ് കലർപ്പില്ലാതെ അങ്ങനെ തന്നെ പഠിക്കുകയും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന വ്യൂ ആണ്. എന്റെ ആ കാഴ്ചപ്പാട് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് അവർക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഉപദേശ വിഷയവും ഒരു പ്രായോഗികതയും നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതായത് നമുക്ക് വേറൊരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. കൺവിൻസിംഗ്ലി പറയാൻ മാത്രമേ സാധിക്കൂ. എത്രയോ ഉപദേശ സന്ധികൾ അങ്ങനെയുണ്ട്. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച, അതായത് സഹസ്രാബ്ദ വാഴ്ചയും നിരാകരിക്കുന്ന പ്രീറ്ററിസ്റ്റുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള പ്രീറ്ററിസ്റ്റുകളുടെ ഒരു നേതാവ് ഒരിക്കൽ എന്നെ നേരിട്ട് വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഒരു സംവാദമാകാം, ചർച്ചയാകാം എന്ന് പറഞ്ഞു. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സഹസ്രാബ്ദ വാഴ്ച ഉണ്ടെന്നും 1000 ആണ്ട് അക്ഷരീയമായി കർത്താവായ യേശു ഭൂമിയിൽ വാഴുമെന്നും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി
പ്രതിപാദിച്ചിരിക്കെ ഇനി അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ് 7:70 കൂടി ഈ കാര്യങ്ങളൊക്കെ നിറവേറി എന്നുള്ള വിഷയം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വാരിയടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മനഃപൂർവ്വമായി നിരാകരിച്ചു. ഞാൻ ആ വിഷയം നിരാകരിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ കക്ഷി താന് എന്നെ ഏതൊരു വിഷയം വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചോ അദ്ദേഹം താൻ നിലനിന്ന പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയും താൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയും ആവർത്തിക്കുകയും ചെയ്തു വരുന്നു. ഉപദേശ വിഷയത്തിൽ നമുക്ക് സുസ്ഥിരത ഉണ്ടാവുക എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്കുള്ള ആഴമേറിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ഉപദേശ വിഷയവും നിശ്ചയം പ്രാപിച്ച അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് സംശയമില്ലാതെ വസ്തുതകളെ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരെ പറഞ്ഞ് ഗ്രഹിപ്പിക്കുവാനും സാധിക്കും. എന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടുപിടുത്തമനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വേർപെട്ട സഹോദരന്മാരും പെന്തക്കോസ്ത് സ്വഭാവപ്പെട്ട ആളുകൾ തമ്മിൽ ഈ ഭാഷാപരത്തെ സംബന്ധിച്ചിരിയും ഇത്രയും ഒക്കെ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെയും ഇനിയും പരസ്പരം പറഞ്ഞ് ചെളിവാരി എറിയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ഭാരതത്തിന്റെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും ഏതെങ്കിലും കാര്യങ്ങൾ കരണീയമായി ചെയ്യാൻ സാധിക്കുമോ എന്നാലോചിക്കുകയും കഴിയുമെങ്കിൽ അത് ചെയ്യുവാൻ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യേണ്ടതാണ്. ഉപദേശപരമായ കാര്യങ്ങളിൽ വിയോജിപ്പ് പല വിഭാഗങ്ങളും നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ സുവിശേഷീകരണ വിഷയത്തിൽ നമുക്കൊരു യൂണിറ്റി ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നാളിൽ അപൂർവമായി നമുക്ക് അവശേഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം നാളെയുടെ നാളുകളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ അടുത്ത 1 മാസം കൂടെ നാം കാത്തിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത്രയും ചൂടേറിയ ഒരു രാഷ്ട്രീയ സ്റ്റൈലിൽ കൂടിയൊക്കെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളം വിട്ട് കേരളത്തിന് വെളിയിലുള്ള തലങ്ങളിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം, അവിടെ നമുക്ക് ലഭിക്കുന്ന അസ്വാതന്ത്ര്യം, നാം പറയുന്ന സന്ദേശങ്ങൾ അംഗീകരിക്കുവാൻ ആളുകൾ കാണുന്ന മടി അല്ലെങ്കിൽ വിയോജിപ്പ്, ഇവ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വാസ്തവത്തിൽ കാലത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യത സുവിശേഷീകരണമാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമാണ്. ഏതെങ്കിലും നിലയിൽ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സന്ദേശം അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഉള്ള ആഴമേറിയ അവബോധം നമുക്കുണ്ടാകും. ആ അവബോധത്തിൽ നിന്നാണ് വാസ്തവത്തിൽ നമുക്കൊരു മാനസാന്തരത്തോടുകൂടിയ അനുതാപത്തോടുകൂടിയ ഒരു സമീപനം സുവിശേഷീകരണത്തിനായി ഉണ്ടാകേണ്ടത്. അന്യഭാഷ പറയുന്ന സഹോദരന്മാരെ അവർ പറയട്ടെ, നമുക്കെന്താ പ്രശ്നം അവർ പറയുന്നതിന്? അതുപോലെ പറയാതിരിക്കുന്നവർ പറയാതിരിക്കട്ടെ. ഇപ്പൊ ഞാൻ ആ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് those who say that they have it, let them speak. അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൈയിടുന്നില്ല, അവർ സംസാരിക്കട്ടെ. But those who believe that it doesn't exist, okay, let them continue to believe so. അങ്ങനെയുള്ളവർ അങ്ങനെ വിശ്വസിക്കട്ടെ. ഇത് രണ്ടുമല്ല നമുക്ക് വിഷയം. അടിസ്ഥാനപരമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സ്നേഹിപ്പാനും അവരെ ദൈവമക്കളായി കാണാനും നമുക്ക് ഒരു വിശാലത നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് വളരെ ഗൗരവമായ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം ഉപദേശ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും വിശാലമായ ഒരു വീക്ഷണത്തിൽ പെന്തക്കോസ്തിൽപ്പെട്ട അനേക സഹോദരന്മാർ എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും സംശയ ദൂരീകരണം വരുത്തുകയും അവരെ പല കാര്യങ്ങളിലും എന്നോട് ആത്മീയമായ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ സത്യങ്ങൾ പറയുമ്പോൾ തന്നെ മറ്റുള്ള ആളുകളെ ദൈവമക്കളായി കാണാനുള്ള ഒരു ഹൃദയ കണ്ണും ഉണ്ടാകുന്നു. ഞാൻ ഇന്ന് പകല് ഇതിനു മുമ്പ് ഒരു സമയത്ത് ഞാൻ 2 പ്രാവശ്യം എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്. അത് വേറെ ഒന്നുമല്ല, CNY ചർച്ചിന്റെ പട്ടക്കാരനായിരുന്ന ശുശ്രൂഷ ചെയ്ത് നിത്യത പ്രവേശിച്ച ബഹുമാന്യനായ TJ അന്ത്രയോസ് എന്ന് പറയുന്ന അച്ഛനെ സംബന്ധിച്ചാണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. 1871 ജോൺ എന്ന് പറയുന്ന ഒരു പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ട് അദ്ദേഹം CNI ചർച്ച് വിഭാഗത്തോട് ബന്ധപ്പെട്ട് അഭ്യസ്തവിദ്യ ചെയ്യുകയും അതിനുശേഷം CMIയുടെ ശുശ്രൂഷകനായി രംഗത്ത് വരികയും ചെയ്ത ഒരു ദൈവദാസനായിരുന്നു. ആഴമേറിയ ദൈവവചന പരിജ്ഞാനവും തികഞ്ഞ ദൈവഭക്തിയും കർത്താവിനുള്ള ആശ്രയബോധവും ഉണ്ടായിരുന്ന ഒരു പട്ടക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ശുശ്രൂഷ ചെയ്ത പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിലായിരുന്നു. ആ പീരുമേട്ടിലെ പള്ളിയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തളർവാദ രോഗമുണ്ടായി. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്ന്
തന്റെ കൈകാലുകൾ ചലിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം കിടക്കയിലായി. കുറെ ദിവസങ്ങൾ, നാളുകൾ, മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തിരിച്ച് ഇനിയും ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാനായിട്ട് ദൈവം തന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. താൻ ആരെ സ്നേഹിച്ചുവോ ആ കർത്താവിന്റെ ഭവനത്തിലേക്ക് വാങ്ങിപ്പോകാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. തന്റെ കിടക്കയിൽ താൻ ആയിരിക്കുമ്പോൾ കിടക്കയിൽ വെച്ചിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സംഗീതം, ഒരു നല്ല പാട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈണത്തോട് നൽകി. അദ്ദേഹം തളർവാദ രോഗിയെ കിടക്കുകയാണ്. തന്റെ മൂത്ത മകനെ അദ്ദേഹം വിളിച്ചു, മോനെ എന്റെ കിടക്കയുടെ അടുത്തേക്കൊന്ന് വരണം. വന്നു കഴിഞ്ഞപ്പോ എന്താണ് അച്ഛ എന്ന് ആ മൂത്ത മകൻ ചോദിച്ചു. പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ വളരെ ശേഷിയുണ്ട്, എന്റെ കൈകാലിൽ സ്തംഭിച്ചു പോയി, എനിക്ക് എഴുതുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ വരികൾ നീ ദയവായി ഒരു പേപ്പർ എഴുതണം. ആ പേപ്പർ എഴുതിയ ശേഷം അത് നീ വായിക്കണം, ഞാനത് പാടി കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ സുസ്മേരവദനായി നാവിന് ചലനത്തിന് യാതൊരു തകരാറുമില്ലാതെ സ്ഫടികം സംസാരിക്കും. പക്ഷേ കൈകാലിൽ തുറന്നുപോയി, ശരീരവാസന ഉണ്ടാകുന്നു. അങ്ങനെ പരിക്ഷീണനായി കിടക്കുകയായിരുന്ന അന്തർവശത്തിൽ മനോഹരമായ ഒരു ക്രൈസ്തവ ഗാനത്തിന്റെ വരികൾ തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്റെ മൂത്ത മകന് പറഞ്ഞു കൊടുത്തു. പെൻസിലും പേപ്പറും എടുത്ത് അദ്ദേഹം അത് എഴുതിയത് ഇങ്ങനെയായിരുന്നു: യേശുവിന്റെ അടിസ്ഥാനം ആശയവനത്രേ, ആശ്വാസം പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും എന്നുള്ള മനോഹരമായ ആ ക്രിസ്തീയ ആശ്വാസഗാനം. ആ പാട്ട് ട്യൂണോടുകൂടിയാണ് ജനിച്ചത്. അത് എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ അതിന്റെ രാഗം, ആ പാട്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് പാടി തന്നെ മകനെ കേൾപ്പിച്ചു. അങ്ങനെ പാടിയ ശേഷം ആ കുഞ്ഞു മക്കള് അത് ട്യൂൺ പഠിച്ചു. അവരത് ഏറ്റുപാടിയ പിതാവിന്റെ ഇടയിൽ. എന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് അതിനുശേഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആ ദൈവഹൃദയം താൻ മരിക്കും മുമ്പേ തന്റെ മക്കള് പറഞ്ഞു കേൾപ്പിച്ചു, എന്നെ നിങ്ങൾ യാത്ര അയക്കുമ്പോൾ എന്റെ ശവശരീരത്തിന്റെ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞു. TJ അന്ത്രോസ് ഒരു വേർപാടുകാരനോ പെന്തക്കോസ്തുകാരനോ ആയിരുന്നില്ല, അന്യഭാഷ പറഞ്ഞവനോ പറയാത്തവനോ പുരോഹിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വീണ തന്ത്രയിൽ നിന്ന് അടർന്നു വീണ ഈ മനോഹരമായ ആശ്വാസഗാനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ക്രൈസ്തവ ജനത, മലയാളി ക്രൈസ്തവ ജനത ലോകം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരിക്കലും ഒരു കത്തോലിക്കന്റെ വീട്ടില് ഒരു പ്രത്യേക സമയത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു രോഗിയായിരുന്ന മാതാവുണ്ട്. ആ രോഗിയായിരുന്ന മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ ആ വീട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആ വീട്ടുകാർ പാടാൻ ആരംഭിച്ച പാട്ടുകാരുന്നു: രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിയിടാൻ, പാപത്താൽ എന്നിൽ വന്ന ശാപകരകൾ മാക്കി ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകി. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. നമ്മളൊക്കെ കത്തോലിക്കരായിട്ടുള്ള ആളുകളെ സാധാരണ നിലയിൽ പുച്ഛമായിട്ട് കണക്കാക്കുന്ന, അവരെ നമ്മളെ രക്ഷിക്കപ്പെടാത്തവരായി, പാപികളായി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രമാണം അനുസരിക്കാത്തവരായിട്ടൊക്കെ നമ്മൾ കാണുന്നു. വേദപുസ്തക വീക്ഷണത്തിൽ ലോകത്തെയും ക്രൈസ്തവരെയും ആഴമായി മനസ്സിലാക്കുവാൻ, സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കണം. കർത്താവായ യേശു ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്ന ഏവനും പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവം അല്ലെങ്കിൽ വലിയവനായ ദൈവം ജഡത്തിൽ അവതരിച്ചവനാണ്. കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം പിതാവ് ഉള്ളിൽ വസിക്കുന്നവനാണ്, നിത്യയിലുള്ളവനാണെന്നാണ് പറയുന്നത്. അപ്പൊ വാസ്തവത്തില് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ നേരെ ചൊവ്വേ കാര്യങ്ങൾ സംസാരിക്കണം. അത് ഇപ്പൊ ഇവിടെ ബിജുമോൻ പറഞ്ഞ പോലെ ഞാനത് സമ്മതിക്കുന്നു. ഞങ്ങളൊക്കെ സാധാരണ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ഐഡിയയിൽ വന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ബിജുമോനും മറ്റനേക ആൾക്ക് പറയാം, ഞാൻ കഴിഞ്ഞ കാലത്ത് അനേക കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിഷയം പറഞ്ഞ് ആ വിഷയം ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആ വിഷയത്തോടുള്ള ബന്ധങ്ങളുടെ അവതരണം കഴിഞ്ഞു. വ്യക്തികളോട് എനിക്ക് യാതൊരു വൈരാഗ്യമില്ല. അതുകൊണ്ട് എനിക്ക് അസംഖ്യം സ്നേഹിതന്മാര് വിശാലമായ വീക്ഷണത്തിൽ ക്രൈസ്തവ ലോകത്തുണ്ട്. അവരെ സ്നേഹിക്കാൻ കഴിയണം. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് മനസ്സിലാക്കണം. പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയണം. ഈ യോഹന്നാന്റെ സുവിശേഷം 10 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ അല്ലാതെ വേറെ വഴിയായി കടന്നു വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. സ്വന്തം ഐഡിയയിലല്ലാതെ ഈ ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൂടി അറ്റാക്ക് ചെയ്യുന്നവനെ കുറിച്ച് യോഹന്നാൻ 10 യേശു ക്രിസ്തു പറഞ്ഞത് അവൻ കള്ളനും അവൻ കവർച്ചക്കാരനുമാകുന്നു എന്നാണ്. അതായത് കള്ളനും കവർച്ചക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ കൊണ്ട് പറയാണ്, കള്ളനും കവർച്ചക്കാരനുമാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപോത്തിന്റെയൊക്കെ ഐഡിയ ഇട്ട് എന്നെ ഒരുത്തിന് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു.
അപ്പൊ എനിക്ക് കാട്ടുപോത്തിനെ ഞാൻ കണ്ടുപിടിച്ചു ആരാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യത്തിൽ വന്ന ച്യുതിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ, ഷോളാപ്പൂരിന്റെ പഴയ ഷീറ്റ് 3 മാറ്റി തല മടച്ചിട്ടുണ്ട് പോകാൻ പോകും. അത്രയും പാർട്ടികളാണ്. നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നേരെ പറയണം, സത്യമായി. ഏതാണെന്ന് അറിയാം, ഒന്നും സത്യമായിട്ടൊന്നും മറച്ചു വയ്ക്കാതെ പറയാമെന്ന് പറയുക. ഇപ്പൊ ഞാൻ ഈ കാര്യം പറയട്ടെ, പെന്തക്കോസ്ത് സഹോദരന്മാരെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തില് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുകയോ ചെയ്തിട്ടുള്ളത് ഞാനാണ്. എന്നാൽ എന്നോട് ഒരുമാതിരിപ്പെട്ട ഈ സഹോദരന്മാർക്ക് ആർക്കും ഒരു വിരോധമില്ല. എന്താ കാരണം അറിയാമോ? പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്നാൽ വ്യക്തികളെ ഞാൻ ആക്രമിക്കുന്നില്ല. എനിക്ക് വ്യക്തിയോട് വളരെ സ്നേഹമാണ്. യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ നമുക്ക് എങ്ങനെ ദ്വേഷിക്കാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം ഞാൻ എത്രയോ ആളുകളെ സംബന്ധിച്ചുള്ള ട്രിബ്യൂട്ടുകൾ എഴുതി. പല ആളുകൾ സി എസ് മാത്യു ഉൾപ്പെടെയുള്ള ആളുകളുടെ ട്രിബ്യൂട്ടുകൾ ഞാൻ എഴുതി. അപ്പൊ ഞാൻ എഴുതുമ്പോൾ അവരെയാരും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് ഈ 2000 വർഷങ്ങളിൽ ദൈവസഭ ഉണ്ടായ കാലം മുതൽ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കർത്താവിന് വേണ്ടി സുവിശേഷം ചെയ്തും മരിച്ച് മൺപറഞ്ഞ കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. നമ്മള് 4, 3, 7 പേര് മാത്രമല്ല വിശ്വാസികൾ. നമ്മുടേത് മാത്രമല്ല സ്വർഗം, രക്ഷിക്കപ്പെട്ടവരുടെ അവകാശമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിഷ്കളങ്കമായി മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവരെ ഉൾക്കൊള്ളേണ്ട മണ്ഡലങ്ങളിൽ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏതെല്ലാം നിലയിൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ ആ നിലയിലൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാനും സാധിക്കേണ്ട ഒരു നിർണായക സമയത്താണ് ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ABC ന്യൂസ് ടെലികാസ്റ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഞാനൊരു വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു. എന്നെ വാസ്തവത്തിലായി ആ ഇന്റർവ്യൂ അമ്പരപ്പിച്ചു കളഞ്ഞു. അവർ പറഞ്ഞെങ്ങനെയാണ്, 2015 നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ജനസംഖ്യ നിർണയം ചെയ്തത്, സെൻസസ്. അപ്പൊ ആ ജനസംഖ്യ നിർണയത്തിൽ 2015 ശേഷം ഇതിപ്പോ 2024 ഇതുവരെ സെൻസസ് എടുത്തിട്ടില്ല. 2015 സെൻസസ് പ്രകാരം ക്രിസ്ത്യൻസിന്റെ നമ്മുടെ ഇവിടുത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് 2.6% ആണ്. 2.6%. 2.6%ത്തിൽ നമ്മുടെ ജനനനിരക്ക് 15%, മരണനിരക്ക് 21%. അവർ പറയുകയാണ് അടുത്ത 20 വർഷം ആകുമ്പോൾ, അതായത് 2020 മുതൽ 20 വർഷം പിന്നിടുമ്പോൾ, അതായത് 2044 ആകുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരുടെ എണ്ണം കേവലം 500-നും 1000-നും ഇടയിലായിട്ട് ഒതുങ്ങും. യോയോ മതസ്ഥാപകനായിരുന്ന യുസ്തൂസ് ജോസഫ് അല്ലെങ്കിൽ വിദ്വാൻകുട്ടി അച്ഛന്റെ ഒടുവിലത്തെ കാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ കർത്താവിന്റെ പ്രത്യാഗത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിന്ന് ഉടലെടുത്ത പ്രത്യേകമായ ഉണർവ്, ആ ഉണർവ് ഉണ്ടായ സംഘത്തെയാണ് പിന്നീട് അഞ്ചൽക്കാർ എന്ന് അറിയപ്പെടുന്ന യൂയോ മതക്കാർ. ഇന്ന് അവരുടെ കേരളത്തിലെ മൊത്തം എണ്ണം 500 താഴെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരുടെ മൊത്തം എണ്ണം 2044 ആകുമ്പോൾ 500-നും 1000-നും ഇടയ്ക്ക് വരുമെന്നാ പറഞ്ഞു. അതിന് 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, 20 വയസ്സിന് മേലുള്ള പുരുഷന്മാർ, യുവാക്കന്മാർ, യുവതികളും അവരെല്ലാവരും യൂറോപ്യൻ, അമേരിക്കൻ, കനേഡിയൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, ജോലി അന്വേഷിച്ചവർ പോവുകയാണ്. ഇവിടെ അവശേഷിക്കുന്നത് 60-നും മേലുള്ള 70-നും മേലുള്ള വയസ്സന്മാരും വയസ്സുകളുമായ ആളുകളാണ്. ഇത് കാണണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്ഥലമായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാടും അതിന്റെ പരിസര പ്രദേശങ്ങളും പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളും ഒക്കെ വരണം. മിക്കവാറും വീടുകളിലെല്ലാം വിദേശികളായി മക്കൾ കഴിയുമ്പോൾ മാതാപിതാക്കളായി പ്രായം ചെന്ന ആളുകളോ അവർക്ക് പരിമിതമായ ശുശ്രൂഷ ചെയ്യുവാൻ മക്കളെ ഏൽപ്പിച്ചുള്ള ഏതെങ്കിലും ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ചില വീടുകളിൽ ജോലിക്കാരുമില്ല. അത്രമാത്രം സ്ഥിതിയാണ്. അവർ പറയുന്നതാണ് അനന്തര 20 ഇയേഴ്സിനുള്ളിൽ, 20 വർഷത്തിനുള്ളിൽ ഈ 60-നും 70-നും 80-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ ഒക്കെ മരിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയിട്ടുള്ള നമ്മുടെ യുവതീ-യുവാക്കന്മാർ നാട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവിടെ പിന്നെ ഉള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 2 പിള്ളേർ മാത്രമായി അല്ലെങ്കിൽ ഒന്നായി മാത്രം അവശേഷിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ അംഗസംഖ്യ ഇല്ലാതെയായി തീരുകയും ക്രിസ്ത്യൻസ് എക്സ്റ്റിൻഡ് ആകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവതരമായ ഒരു സന്ദേശമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരസ്പരം അടിപിടി കൂടാതെ, വഴക്കുണ്ടാക്കാതെ, ഫേക്ക് ഐഡിയിൽ അറ്റാക്ക് ചെയ്യാതെ, കാരണം കൂടാതെ അന്യോന്യം പ്രശ്നങ്ങളുണ്ടാക്കാതെ നമ്മുടെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ നിലയിലും പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്കറിയാമല്ലോ, ഈ ഇംഗ്ലണ്ടിനെ തങ്ങളുടെ സുവിശേഷ പ്രസംഗങ്ങൾ കൊണ്ടും സംഗീത മാധുര്യം കൊണ്ടും ഇളക്കി മറിച്ച 2 സഹോദരന്മാരുണ്ടായിരുന്നു.
അവർ ചാൾസ് വെസ്ലിയും ജോൺസ് വെസ്ലിയും. രണ്ടുപേരും ഒരു മാതാവിന്റെ രണ്ട് മക്കളാണ്. ഒരമ്മയ്ക്കുണ്ടായ 18 മക്കളിൽ രണ്ടുപേര് മരിച്ചുപോയ ശേഷം 16 മക്കളിൽ രണ്ടുപേരാണ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ സുവിശേഷ പ്രവാചകരായി മാറി. വെസ്ലിയൻ ചർച്ചസ് എല്ലാം ഈ ജോൺ വെസ്ലിയെ തുടർന്നുണ്ടായതാണ്. അപ്പം ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി ഇവരുടെ ശുശ്രൂഷകൾ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് സഭാചരിത്രം വായിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ കഴിയാം. അവരാരും പെന്തക്കോസ്തുകാരോ വിടവുകാരോ ആയിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എപ്പിസ്കോപ്പൽ ചർച്ചസിന്റെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഓരോ നൂറ്റാണ്ടുകളിലും കർത്താവ് തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചില ആളുകളെയോ വ്യക്തികളെയോ വിളിച്ചു വേർതിരിക്കുകയും അവരെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ശുശ്രൂഷകൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അതിൽ വലിയവരും ചെറിയവരുമുണ്ട്. സമൂഹത്തിൽ വലിയവരും ചെറിയവരെന്നും മനുഷ്യൻ വിലയിരുത്തിയ ആളുകളുണ്ട്. ദൈവം തന്റെ ഇഷ്ടം അവരെ കൊണ്ട് സാധിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുള്ള ഏക മാർഗം രക്ഷാമാർഗമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് 2 ഭാവങ്ങളാണുള്ളത്: സാർവത്രികവും പ്രാദേശികമായ ഭാവങ്ങൾ. പ്രാദേശിക ഭാവങ്ങളാണ് ഇന്ന് കാണപ്പെടുന്ന ബ്രദർന്നോ പെന്തക്കോസ്തോ ഇതര സഭാവിഭാഗങ്ങളും ഒക്കെ. എന്നാൽ സാർവത്രിക ഭാവം എന്ന് പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ മാർത്തോമാക്കാരും യാക്കോബക്കാരും പെന്തക്കോസ്തുകാരും ഇടതുകാരും കത്തോലിക്കരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങളിലൊക്കെ നമ്മള് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളും ചേർന്നാണ് കർത്താവിന്റെ സഭ അല്ലെങ്കിൽ സാർവത്രിക സഭ. അതിനെ ക്രിസ്തുവിന്റെ ശരീരമെന്നും കർത്താവിന്റെ മണവാട്ടിയും എന്നാണ് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളുകളോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ബ്രദറുകാർ ഉയർത്തുമെന്നോ, ക്രിസ്തുവിൽ മരിച്ച ബന്ധുക്കോസുകാർ ഉയർത്തുമെന്നോ, ക്രിസ്തുവിൽ മരിച്ച ബാപ്റ്റിസ്റ്റുകാർ ഉയർത്തുമെന്നോ അല്ല പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആരാണ് ക്രിസ്തുവിൽ മരിച്ചവർ? ഞാൻ ഒറ്റവാക്കിൽ പറയാം, ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. എന്താണ് ഈ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആകയാൽ നീ പുതുതായി ജനിക്കണം. എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? നിക്കോദിമോസിന്റെ ന്യായമായ ചോദ്യം. യേശു ക്രിസ്തു ഉത്തരം പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പാപജഡത്തിലും പാപത്തിന്റെ സാദൃശ്യത്തിലും മാതാപിതാക്കളുടെ രക്തബന്ധത്താലും ഈ ഭൂമിയിൽ ജനിച്ച ഈ ജഡശരീരം പാപനിമിത്തം നിത്യശിക്ഷാവിധിക്ക് അർഹമായതാണ്. അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചതാണ്. അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ ആത്മാവ് സംബന്ധമായി ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജന്മം പ്രാപിക്കണം. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു പൊതു സൃഷ്ടിയായി അവൻ തീരുകയും അങ്ങനെ അവന്റെ പേര് സ്വർഗത്തിൽ എഴുതുകയും അവൻ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസികളാണ് കർത്താവിന്റെ ശരീരമായ സഭ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുന്നത്. ഈ ഭൂമിയിൽ അഭിപ്രായ വ്യത്യാസമുള്ള നാം ഇവിടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സ്വർഗപ്രവേശനത്തിന് മുഖാന്തരമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുണ്യാളന്മാരുടെ മാധ്യസ്ഥതയും മറിയയുടെ ദിവ്യത്വവും അല്ലെങ്കിൽ അമലോത്ഭുതവും എല്ലാം വിശ്വസിച്ച് വന്ന റോമൻ കത്തോലിക്കരുടെ ഇടയിലെ പോട്ടയിലും മുരിങ്ങൂരും പ്രസംഗിക്കപ്പെട്ട സുവിശേഷം മുഖാന്തരമായി രക്ഷിക്കപ്പെട്ട ചില ആളുകളുണ്ട്. അവര് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. അവരവിടെ കാണും. അതുപോലെ തന്നെ ഈ അന്യഭാഷ പറയുകയും രോഗശാന്തിയിൽ വിശ്വസിക്കുകയും പ്രവചനം വിശ്വസിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്തുകാരിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള നമ്മെ പോലെയുള്ള ആളുകളും രക്ഷിക്കപ്പെട്ടവർ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു വസ്തു മനസ്സിലാക്കണം, ഈ സഭാ വിഭാഗങ്ങളിലെല്ലാം രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ ആരും അവിടെ ഉണ്ടായിരിക്കുകയില്ല. മഹാനായ ചാൾസ് സ്പർജൻ അദ്ദേഹത്തിന്റെ സ്വർഗദർശനം എന്ന് പറയുന്ന മോർണിംഗ് ആൻഡ് ഈവനിംഗ് ഡെയിലി ഡിവോഷൻ ആ പുസ്തകത്തിനകത്ത് മനോഹരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, 3 wonders in heaven എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജിന്റെ ഹെഡിങ്. സ്വർഗത്തിലെ 3 അത്ഭുതങ്ങൾ. അതിൽ ആദ്യത്തെ അത്ഭുതമായി പറയുന്നത്, when I went to heaven, when I head to heaven, I did not see some people whom I expected they would be there. അതായത് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിശ്ചയം പ്രാപിച്ച ചില ആളുകളെ സ്വർഗം മുഴുവൻ പരന്നു നോക്കിയിട്ട് ഞാൻ അവിടെ കണ്ടില്ല. they did not come there. അവരവിടെ വന്നില്ല. അതിന്റെ ആദ്യത്തെ വണ്ടറാണ്. രണ്ടാമത്തെ വണ്ടർ അദ്ദേഹം പറയുന്നു,
I saw some people there whom I never expected they would come. അതായത് ഒരിക്കൽ പോലും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ ഞാൻ അവിടെ കണ്ടു. സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിശ്ചയം പ്രാപിച്ച പലരെയും ഞാൻ അവിടെ കണ്ടില്ല. സ്വർഗത്തിൽ വരുവാൻ ഒരിക്കലും സാധിക്കില്ല ഞാൻ ചിന്തിച്ച പലരെയും ഞാൻ അവിടെ കണ്ടു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് തേർഡ് വണ്ടർ ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഐ മൈസെൽഫ് വാസ് ദെയർ. ഞാൻ തന്നെ അവിടെ ഉണ്ടായി എന്നുള്ളത് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച വിഷയമാണ്. നമ്മളാരും സ്വർഗത്തിന്റെ കുത്തകപ്പാട്ടക്കാരല്ല. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമി അവന്റെ പാദപീഠമാണ്. അവിടുത്തെ പുത്രന്റെ വിലയെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് സ്വർഗത്തിന് അവകാശമായിട്ടുള്ളത്. നാം എല്ലാവരും ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് പല വിഭാഗങ്ങളിലൊക്കെ നിന്ന് നമുക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് ദൈവത്തെ ആരാധിച്ചും ഉപദേശ വിഷയങ്ങൾ പഠിച്ചും പ്രബോധിപ്പിച്ചും മുമ്പോട്ട് പോയിട്ട് മരിച്ചു മൺമറഞ്ഞ കർത്താവിന്റെ സ്ഥലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ വിഭാഗീയതയുടെ അടിസ്ഥാനമല്ല സ്വർഗം നമ്മെ കൈകൊള്ളുന്നത്. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവരായി തീർന്നു എന്നുള്ള അനുഗ്രഹീതമായ ഉപദേശ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവമക്കൾ എന്നതിലുള്ള സ്വീകരണമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഈ അപകടം പിടിച്ച ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെങ്കിൽ നാളെയുടെ നാളുകളിൽ നമുക്ക് സുവിശേഷം ഇവിടുത്തെ കവലകൾ എന്ന് പറയാനോ നമ്മുടെ കെട്ടിപ്പൊക്കിയ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് പോലും സംഘടിപ്പിക്കപ്പെടുന്ന ആ യോഗങ്ങളിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അനധിവിദൂര ഭാവിയിൽ സംജാതമായിക്കൂടാ എന്നില്ല. അത്രമാത്രം ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണം, ഉണർന്ന് എഴുന്നേറ്റ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നാം അധ്വാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ കാലഘട്ടത്തിന്റെ ഏറ്റവും നിർണായകമായ അനിവാര്യത എന്ന് പറയുന്നത് എന്താണ്? അന്യോന്യമുള്ള ചെളിവാരിയലുകളും ഉപദേശ വിഷയങ്ങളുടെ വ്യാഖ്യാന വശത്തുണ്ടാകുന്ന വ്യാഖ്യാന വിഷയങ്ങളെ ചൊല്ലി തർക്കങ്ങളും വിതർക്കങ്ങളുമല്ല. സംവാദങ്ങൾ വളരെ നല്ലതാണ്. ആരോഗ്യപരമായ സംവാദങ്ങൾ ആശയവിനിമയത്തിനും അത് ശരിയും തെറ്റും നമ്മൾ തിരിച്ചറിയുവാൻ സഹായമാകുന്നതിനും ഉപകരിക്കപ്പെടും. എന്നാൽ അതേ സംബന്ധിച്ചുള്ള വൈരാഗ്യത്തോടെ വീക്ഷണം അത് യാതൊന്നിനും ഉപകരിക്കപ്പെടുകയില്ല. അത് ശത്രുതയ്ക്ക് മാത്രമേ പ്രയോജനഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരോഗ്യപരമായ സംവാദങ്ങളും ചർച്ചകളും എല്ലായ്പ്പോഴും നമുക്ക് നിശ്ചയമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ സുവിശേഷത്തിന്റെ ഐക്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒന്നിച്ചെടുക്കാൻ കഴിയണം. ദർ ഈസ് നോ ഗോസ്പൽ ലൈക്ക് ബ്രദറൻ ഓർ പെന്തക്കോസ്റ്റൽ. പെന്തക്കോസ്റ്റ് സുവിശേഷമെന്നോ ബ്രദർ സുവിശേഷമെന്നോ ഒരു സുവിശേഷമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഏതൊരു സുവിശേഷം മാത്രമേ ഉള്ളൂ. എന്താണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷമാണ് ഭാവിയെ രക്ഷാമാർഗത്തിലേക്ക് ആനയിക്കുന്നത്. അത് അറിയിക്കുന്ന ശുശ്രൂഷയിൽ ഒട്ടും തന്നെ ലജ്ജിക്കാതെ മുമ്പോട്ട് പോകുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. ഇന്ന് രണ്ടാമത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഒരാൾ ചോദിച്ച ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ, അതായത് ഒരു ദൈവവേദം, ഇവിടെ സഭ വിഷയമല്ല, ഏത് സഭയിൽപ്പെട്ട ആളുമാകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ജീവിതവശത്തോ സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിനും ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കും ഭൂഷണമല്ലാത്ത എന്തെങ്കിലും അമാതൃകപരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഗുരുതരമായ പ്രശ്നങ്ങളാണെങ്കിൽ നാം എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ആ ശുശ്രൂഷ ചെയ്യാൻ, ആ ശുശ്രൂഷയിൽ തുടരുവാൻ യോഗ്യതയുണ്ടോ? അവരെന്താണ് ചെയ്യേണ്ടത്? ഇത് വാസ്തവത്തിൽ പൊതുവായി എന്നോട് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക വ്യക്തിയെയോ ഒരു സഭയോ എയിം ചെയ്തുള്ള മറുപടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയുടെ സാക്ഷ്യത്തിന് തകരാറുണ്ടാകുന്ന നിലയിൽ, സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിന് തകരാറ് സംഭവിക്കുന്ന നിലയിൽ ഒരു സുവിശേഷ വേലക്കാരന്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെയോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെയോ കുടുംബത്തിലോ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലോ ഏതെങ്കിലും ക്രമക്കേടുകളോ മറ്റ് സാക്ഷ്യമില്ലാത്ത പ്രവൃത്തികളോ ഉണ്ടായാൽ അങ്ങനെയുള്ള ആള് എന്താണ് ചെയ്യേണ്ടത്? വേദപുസ്തകം പറയുന്ന അങ്ങനെയുള്ള ആളുകൾ സ്വയമായി ആ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങണം. കാരണം തങ്ങളുടെ ശുശ്രൂഷകൾ സാക്ഷ്യമില്ലാത്ത ശുശ്രൂഷകളായിത്തീരും. അതായത് ആരെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ നേരെ വിരൽ ചൂണ്ടി ഇന്ന നിലയിലുള്ള ക്രമക്കേടുകൾ നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്റെ ഭവനാംഗത്തിൽ ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ എങ്ങനെ നിനക്ക് ഈ ശുശ്രൂഷയിൽ യോഗ്യനായി മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന് മറ്റുള്ളവർ ചോദ്യം ചെയ്തിട്ട് കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടാതിരിക്കാൻ അങ്ങനെയുള്ള സ്വമേധയാ ആ ശുശ്രൂഷ ചെയ്ത് പിൻവാങ്ങി അവർ സാധാരണ വിശ്വാസികളായി തുടരും.
തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ ദൈവസഭയുടെ പരിപാലന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ആളുകൾ മക്കളെ പൂർണ്ണ അനുസരണത്തോട് വളർന്നവരായിരിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞു. ഒരുപാട് ന്യായങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയും. പിള്ളേരെ 18, 21 വയസ്സായി കഴിഞ്ഞാൽ അവർ മച്ചുവേർഡായി, പിന്നെ അവരായി, അവരുടെ വഴിയായി. അതിന് മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ മാതാപിതാക്കൾക്കൊന്നും എല്ലാ മക്കളെയും ഒന്നും വടം കൊണ്ട് കെട്ടി വീട്ടിൽ നിർത്താൻ പറ്റുകയില്ല. ഒരുപാട് വഴിവിട്ട് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ദൈവവചനത്തിന് യോഗ്യമല്ലാത്ത നിലപാടുകളിലേക്ക് മക്കൾ പോയാൽ അവൻ സുവിശേഷകനായാലും മൂപ്പനായാലും പാസ്റ്ററായാലും അച്ഛനായാലും ആ ശുശ്രൂഷയുടെ പിന്നെ ചെയ്യാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് ദൈവവചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. മൂന്നാമതായി എനിക്ക് ഒരു ചോദ്യം കൂടെ വേറെ ആൾ ചോദിച്ചു. ഇന്ന് ചോദിച്ച 3 ചോദ്യങ്ങളായിരുന്നു. അതിതാണ്, ഈ ചില ആളുകൾ സുവിശേഷ വേലക്കാരിൽ തന്നെ സദാചാര ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ്, ധാർമ്മിക ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ്. അത് സാമ്പത്തിക ധാർമ്മികതയിലും ലൈംഗിക ധാർമ്മികതയിലും പരാജയപ്പെട്ട ആളുകൾ രഹസ്യ പാപങ്ങളായ സോഡോമ്യ പാപം പോലുള്ള പാപങ്ങളിൽ രസിക്കുകയും അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ സദാചാര ജീവിതത്തിന്റെ രഹസ്യവശം സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുണ്ട്. കാര്യം അത് രഹസ്യമണ്ഡലത്തിലെ പാപങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സുവിശേഷത്തിന്റെ ശുശ്രൂഷയിലും ഈ പാപത്തിലും ഒരേ സമയം തുടരുന്നത് ദൈവസന്നിധിയിൽ ശരിയാണോ എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് അത് വാസ്തവത്തിൽ ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ശരിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അറിയാമോ, പൗലോസ് തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തെ ഗണ്ണിപ്പിച്ച് അടിമപ്പെടുത്തി അത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പോൾ ഓൾവേസ് യൂസ് ടു പണിഷ് ഹിംസെൽഫ് ഓഫ് ഹിസ് ഫ്ലഷ്. പൗലോസ് എല്ലായ്പ്പോഴും തന്റെ ജഡത്തെ താൻ തന്നെ ദണ്ഡിപ്പിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തന്റെ ജഡത്തെ അദ്ദേഹം ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തിയായിരുന്നു. ഒരു ദൈവ പൈതൽ സാക്ഷി ജീവിതമുള്ളവരായിരിക്കണം, വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. പത്രോസ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ്. ഇതിന്റെ നിർവചനം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തന വിരസത പലർക്കും ഉളവാക്കുമെങ്കിലും പിന്നെ ഞാൻ പറയട്ടെ, ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുവാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും മാനദണ്ഡം. ക്രിസ്തു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് നമുക്ക് പരിശുദ്ധരായിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ പരിശുദ്ധരാകാതിരിക്കാൻ കഴിയുമ്പോൾ തന്നെ വിശുദ്ധിയുടെ മാനദണ്ഡം സൂക്ഷിക്കാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ മാലിന്യങ്ങൾ പ്രവേശിക്കാതെ നമ്മെ തന്നെ പാപത്തിനെതിരെ പോരാടി ജീവിക്കാൻ സാധിക്കണം എന്ന് ദൈവം പറയുന്നു. വിശേഷാൽ നാം ജീവിക്കുന്നത് ഈ ലോക ജീവിതത്തിലാണ്. ഒരു വള്ളമോ ഒരു ബോട്ടോ വെള്ളത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ, നമുക്കറിയാം. എന്നാൽ വെള്ളം വള്ളത്തിൽ കയറിയാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാകും. അതുപോലെ നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകവും പാപവും അതിന്റെ മാലിന്യങ്ങളും നമ്മുടെ ജീവിതമാകുന്ന പടകിൽ അത് പ്രവേശിക്കാൻ അനുവദിച്ചാൽ ഈ ജീവിത പടക് മുങ്ങിപ്പോകുന്നതാണ്. അങ്ങനെ മുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ചരിത്രം ഗതകാലങ്ങളിലെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരും പരിശുദ്ധന്മാരല്ല, എന്നാൽ വിശ്വസ്തരായി ജീവിക്കേണ്ടവരാണ്. ഇന്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി ആർ ദി 2 essential virtues in the life of a Christian. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായി സൂക്ഷിക്കേണ്ട 2 ഘടകങ്ങളാണ് വിശ്വസ്തതയും അതുപോലെ പരമാർത്ഥതയും. ഇത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ലോയൽറ്റി, വിശ്വസ്തത, ഇന്റഗ്രിറ്റി, സത്യസന്ധത. ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കേണ്ട 2 ഘടകങ്ങളാണ്. ഇത് രണ്ടും സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി നിൽക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് നമ്മെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ പരസ്യ ജീവിതം ഒരുപക്ഷെങ്കിലും വിശുദ്ധമായിരിക്കാം, രഹസ്യ ജീവിതവും വിശുദ്ധമായിരിക്കണം. രഹസ്യ ജീവിതത്തിൽ വിശുദ്ധനായിരിക്കുന്ന ഒരുത്തിന് മാത്രമേ പരസ്യ ജീവിതത്തിൽ വിശ്വസ്തനായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധനായിരിക്കുന്ന ഒരുത്തിന് മാത്രമേ പരസ്യ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പാപത്തിന്റെ ലാഞ്ചന ഏത് മനുഷ്യനും ഉണ്ടാകാം, വ്യാമോഹം ഏത് മനുഷ്യനും ഉണ്ടാകാം. എന്നാൽ പാപത്തിൽ വീണുപോകാതിരിക്കാൻ സൂക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവശവും എപ്പോഴും ദൈവസ്ഥലിൽ വിശ്വസ്തമായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനോടത്രേ നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ
സകല കാര്യങ്ങളും നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. അവന്റെ ഘടന മറവായിരിക്കുന്നത് ഒന്നും തന്നെയില്ല. ഏറ്റവും രഹസ്യം എന്ന് സൂക്ഷിച്ച് നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഏറ്റവും തെളിവായി ദൈവത്തിന് മുമ്പായി കിടക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ നമുക്കറിയാമല്ലോ. നമ്മൾ ചിന്തിക്കുന്നു ഈ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ അതിന്റെ വാട്സാപ്പിലോ അല്ലെങ്കിൽ അതിന്റെ മെസ്സഞ്ചറിലോ നമുക്കൊരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ നാം ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് നമ്മുടെ അപ്പാരറ്റസിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്താലും സെർവറിൽ നിന്ന് ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല. പോലീസ് അധികാരികൾക്കോ മറ്റായിക്കോ ഒക്കെ ഏത് സമയത്തും അത് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യ ബുദ്ധിയോട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ പോലും നമുക്കെതിരെയുള്ള തെളിവുകൾ കൃതകൃത്യത്തോടെ സൂക്ഷിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ശോധന ചെയ്ത് തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മുമ്പാകെ പല പുസ്തകങ്ങളുണ്ട്. ജീവപുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകങ്ങളുമുണ്ട്. നാം മറന്നു പോയാലും ദൈവം അത് ഓർമ്മിക്കും. ദൈവത്തിന് മറവിയില്ലല്ലോ. സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ നിൽക്കുന്ന ദൈവദാസിമാർ അവരെന്ത് ചെയ്യണം? തങ്ങളുടെ സദാചാര ജീവിതം സംബന്ധിച്ച് ആഴമേറിയ അവബോധമുള്ളവരും അവരെ വിശ്വസിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും സാധിക്കുന്നവരുമായിരിക്കണം. ജീവിത പങ്കാളികളോട് വിശ്വസ്തരായിരിക്കണം. സ്വന്തം ഭാര്യയോട് വിശ്വസ്തനായിരിക്കാത്ത ഒരു സുവിശേഷകനെ അല്ലെങ്കിൽ ശുശ്രൂഷകനെ അവൻ എങ്ങനെ വേദോത്സവം കയ്യിലെടുത്ത് പിടിച്ച് ദൈവത്തിന്റെ വിശ്വസ്തയെ സംബന്ധിച്ചും ഭാര്യയോടുള്ള കടമകളെ സംബന്ധിച്ചും പ്രസംഗിക്കാൻ സാധിക്കും. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സുവിശേഷം എങ്ങനെ മറ്റുള്ളവരെ അറിയിച്ച് കർത്താവിലേക്ക് ഭാവികളെ നേടുവാൻ സാധിക്കും. 2, സുവിശേഷത്തിന് അനുസരണമായ ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. കാലത്തിനനുസരണമാകുന്ന ഒരു വിശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ക്രിസ്ത്യാനിറ്റിയും പരാജയമാണ്. നമ്മുടെ വിശ്വാസവും ക്രിസ്ത്യാനിറ്റിയും പരാജയമായി ഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാരണം? നമുക്ക് നമ്മുടെ ലിപ്സ് അതിലത്തിലൂടെ വി ആർ നോട്ട് ഇൻ ഹാർമണി വിത്ത് അവർ ലിപ്സ്. അതായത് ലൈഫ് ഈസ് നോട്ട് ഇൻ ഹാർമണി വിത്ത് അവർ ലിപ്സ്. ഹൃദയം, ജീവിതം നമ്മൾ പറയുന്ന പോലെ വാസ്തവത്തിൽ ജീവിക്കുന്നവരല്ല. അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനിറ്റി 2000 വർഷങ്ങൾക്ക് മുന്നിൽ വന്നെങ്കിലും ഇപ്പോഴും 2.5% കുറഞ്ഞു നിൽക്കുന്ന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ നമുക്ക് പരാജയം സംഭവിക്കുന്നു. അപ്പോ വാസ്തവത്തില് യേശു ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് വരച്ചു കാണിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് വരച്ചു കാണിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ലോകം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത്. വാസ്തവത്തിൽ ക്രൂശിന്റെ ശക്തിയുടെ കുറവല്ല, ക്രൂശിന്റെ സന്ദേശം വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളാണ് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ആകർഷിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഇപ്പോഴത്തെ ആവശ്യകത നമ്മുടെ സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം വാതിലുകൾ അടയ്ക്കപ്പെടാൻ പോകുന്നു. നമുക്ക് സുവിശേഷം മുൻകാലങ്ങളിലെ പോലെ സ്വൈര്യമായി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കേരളത്തിൽ പോലും കവലകളിൽ ഇപ്പോൾ സ്വൈര്യത്തോടെ സുവിശേഷം പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഇനിയും കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ലഭിച്ച സമയം തക്കത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം ബുദ്ധിമാന്മാരായി. അല്ലെങ്കിൽ നാളെയുടെ നാളുകളിൽ നമുക്ക് സുവിശേഷം പറയാൻ ഉള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യും. നാം തമ്മിൽ തല്ലി അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സദ്വർത്തമാന ദിവസമല്ലോ. ഈ സദ്വർത്തമാനം നാം മറ്റുള്ളവരെ അറിയിക്കാൻ കഴിഞ്ഞാൽ നാം ദൈവസ്ഥലിൽ കുറ്റക്കാരായി തീരും എന്ന് അരാം പാളയത്തിൽ കൊള്ളയടിച്ച ആളുകൾ തമ്മിൽ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന ശുശ്രൂഷയിൽ ഏറ്റവും അധികം വ്യഗ്രതയോടും ഉത്സാഹത്തോടുകൂടെ സമർപ്പണത്തോടും വിശ്വസത്തോടും കൂടെ നമുക്ക് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും ഒരുക്കുകയും അതിനായിട്ടുള്ള സഹിഷ്ണുത കർത്താവ് നമ്മുടെ ഹൃദയങ്ങൾ വർദ്ധിപ്പിച്ചു തന്നിട്ട് അതിനായി നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷകൻ ടൈറ്റസ് ഫ്രോം ഇടയാറുണ്ട്. താങ്ക് യു.